AKG സെന്ററിന് മുന്നിൽ നിന്ന് സനീസ ശോഭാചന്ദ്രൻ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനീസ, അവിടെ എന്തായി? പൊതുദർശനം അവസാനിക്കാറായോ? ഇവിടെ മുദ്രാവാക്യങ്ങൾ നിലയ്ക്കുന്നില്ല. കണ്ണേ കരളെ VS ഞങ്ങളെ ആകെ നയിച്ച സഖാവേ, അങ്ങനെ മുദ്രാവാക്യങ്ങളുടെ അലയൊലികളാണ് ഇവിടെ. ദൃശ്യങ്ങളിൽ കാണാം SUTയിൽ നിന്ന് ജനസാഗരത്തിന്റെ അകമ്പടിയോടെ AKG സെന്ററിലെത്തിയ VSന്റെ ഭൗതിക ശരീരം എത്തിയപ്പോൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ്. അത് നിലയ്ക്കുന്നില്ല. ഇപ്പോഴും മുദ്രാവാക്യവുമായി അണികൾ തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടത്തേക്ക് എത്തിച്ചേരുന്നത്. അവർക്ക് ആവേശമായിരുന്നു VS. സമര പോരാട്ടങ്ങളുടെ ഒരു മുഖമായിരുന്നു VS. ആ VSനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി ജനസാഗരമാണ് AKG സെന്ററിന് മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്ക് VSന്റെ ഓർമ്മകളെ ഒന്ന് നോക്കാം. ചേട്ടാ, VS നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഓർക്കുന്നു പ്രിയ നേതാവിനെ? VSന്റെ വേർപാട് തീരാ നഷ്ടമാണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്, പ്രത്യേകിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വഹിച്ച പങ്ക് വളരെ നിർണായകമാണ്. അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ഒരു നേതാവാണ്. തൊഴിലാളികൾക്ക് എന്നും ആവേശം പകർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനവും അതുപോലെ തന്നെ ജനാധിപത്യ പ്രസ്ഥാനവും വളർത്തിയെടുക്കുന്നതിൽ VS വഹിച്ച പങ്ക് നിസ്തുലമാണ്. അത് തീരാ നഷ്ടമാണ്. അത് പറയാനാവാത്ത തരത്തിലുള്ള വേദനയാണ് VSന്റെ വേർപാട് സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, തീരാ നഷ്ടമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. 85 വർഷത്തോളം ഒരു പാർട്ടിയുടെ ജനസാഗരമാണ് ഇപ്പോഴും AKG സെന്ററിലേക്ക് VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. സനിസ, തുടരാം. എങ്ങനെ ഓർക്കുന്നു VSനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വാചകത്തിലോ ഒരു വാക്യത്തിലോ ഒന്നും പറഞ്ഞു തീർക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഒരു നൂറ്റാണ്ടിൻ്റെ ജീവിതവും കേരളീയ സമൂഹത്തിൻ്റെ മാറ്റവുമെല്ലാം ഉണ്ടായിട്ടുള്ള ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിരുന്നു VS എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമരഭരിതമായിരുന്നു എന്നുള്ളതാണ്. എല്ലാ അന്യായങ്ങൾക്ക് നേരെയും ശക്തമായിട്ട് പോരാട്ടം നടത്താൻ അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഏതു പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള വലിയ മനസ്സുണ്ടായിരുന്നു. ജനങ്ങളുമായിട്ട് അങ്ങ് ഏറ്റവും താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം, ഈ 100 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എല്ലാ പൊതുപ്രവർത്തകന്മാർക്കും ഒരു പാഠമാണ് VS എന്ന് പറയുന്നത്. VSനെ പോലെയാകാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് എനിക്കറിയില്ല. ആർക്കും സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ ചിട്ടയും അച്ചടക്കവും ഒരുപാട് നല്ല മൂല്യങ്ങളെ മുറുകെ പിടിക്കലും ഏത് കൊള്ളരുതായ്മയ്ക്കെതിരായിട്ടും പോരാടുന്നതിന് വേണ്ടിയിട്ടുള്ള അതീവ താല്പര്യവും അതിനുവേണ്ടി എന്തും ത്യജിക്കുന്നതിന് വേണ്ടി തയ്യാറാകലും എല്ലാം VSന്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കേരളത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ള നിലയിൽ രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളരെ ജനകീയമായിട്ടുള്ള ഒരു അടിത്തറയുണ്ടാക്കാനും അതിന് സംഘടനാപരമായിട്ടുള്ള വളരെ വലിയൊരു ശക്തിയാക്കി മാറ്റാനും സഖാവ് VSന്റെ നിരന്തരമായിട്ടുള്ള പരിശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തും നിയമസഭാ സാമാജികനായിരിക്കുന്ന കാലത്തും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും ഏറ്റവും കൂടുതൽ തിളങ്ങിയത് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ
പ്രവർത്തനങ്ങളായിരുന്നു ഏറ്റവും അധികം തിളക്കമുണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ശക്തമായിട്ട് പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ സംഘടനാപരമായിട്ടുള്ള ഒരു ചാഞ്ചല്യവും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു. കൃത്യമായിട്ടുള്ള പ്രത്യയശാസ്ത്ര ബോധവും രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറയും തന്നോടൊപ്പമുള്ള സഖാക്കൾക്ക് നൽകുന്നതിന് വളരെ സമഗ്രമായിട്ട് തന്നെ VS ഇടപെടുന്നുണ്ടായിരുന്നു. പിന്നെ സഖാക്കളുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ പ്രത്യേക സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനും അവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ നൽകാനും എല്ലാം തന്നെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിരുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരു നൂറ്റാണ്ടിൻ്റെ അന്ത്യമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് VSന്റെ ഈ വേർപാടിലൂടെ കേരളത്തിന് നഷ്ടമാകുന്നത്. ശ്രീ നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും മഹാത്മാ അയ്യൻകാളിയും അയ്യ വൈകുണ്ഠ സ്വാമിയും തുടങ്ങിയിട്ടുള്ള നവോത്ഥാന നായകന്മാരുടെ നിരയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ VSന്റെ സ്ഥാനം. അദ്ദേഹം ഈ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾക്കെതിരായിട്ടും ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ടും എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ VSനെ രൂപപ്പെടുത്തുന്നത് തന്നെ ഈ കുട്ടനാട്ടിലെ ജാതിയുടെ പേരിൽ തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും എല്ലാം തന്നെ അടിച്ചമർത്തുകയും ചവിട്ടിത്തേക്കുകയും ചവിട്ടി താഴ്ത്തുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള സംഭവങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടമായിരുന്നു VS എന്ന വിപ്ലവകാരിയെയും കമ്മ്യൂണിസ്റ്റുകാരനെയും രൂപപ്പെടുത്തിയതാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് അങ്ങനെ അറിവ് സമ്പാദിച്ച് ഒരു ഉത്തമനായിട്ടുള്ള മനുഷ്യസ്നേഹിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം അറിയുമ്പോൾ തന്നെ നാട്ടിലെ വ്യത്യാസമില്ല, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ളവർ ഒരു യുഗാന്ത്യമാണെന്നാണ് VSനെ ഒരേപോലെ എല്ലാ പ്രതികരണങ്ങളിലും നമുക്ക് കേൾക്കാം. VSന്റെ ചരിത്രം എന്ന് പറയുന്നത് അത് നവോത്ഥാന കേരളത്തിന്റെ ചരിത്രം കൂടിയാണ്. ഇവിടെ നമുക്ക് ഈ വലിയ ക്യൂ കാണാം. അത്രയധികം പേരാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ AKG സെന്ററിന് മുന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എല്ലാവരും